ഏറ്റവും കൂടുതൽ ബജറ്റുകൾ 8 ബജറ്റുകൾ അവതരിപ്പിച്ച് ചരിത്രം കുറിച്ച് നിർമ്മല സീതാരാമന്. തുടർച്ചയായി 8 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച് ചരിത്രം കുറിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമന്. 2019-ലെ രണ്ടാം മോദി മന്ത്രിസഭയിലാണ് ഇന്ത്യയുടെ ആദ്യ മുഴുവൻ സമയ ധനമന്ത്രിയായി നിർമ്മല ചുമതലയേൽക്കുന്നത്. അന്നു മുതൽ 2024 ഫെബ്രുവരിയിലെ ഇടക്കാല ബജറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ ബജറ്റുകളും അവതരിപ്പിച്ചത് നിർമ്മലയായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തില് ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചതിന്റെ റെക്കോർഡ് മൊറാർജി ദേശായിക്കാണ് 10 ബജറ്റുകൾ. എന്നാൽ ഇത് തുടർച്ചയായിട്ടായിരുന്നില്ല. 1959-64-നും ഇടയിലെ ധനമന്ത്രിയായിരിക്കെ 6 ബജറ്റുകളും 1967-നും 1969 ഇടയിലെ 4 ബജറ്റുകളുമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. വ്യത്യസ്ത കാലയളവുകളിലായി ചിദംബരം 9 ബജറ്റുകളും പ്രണബ് മുഖർജി 8 ബജറ്റുകൾ വീതവും അവതരിപ്പിച്ചിട്ടുണ്ട്. പി.വി. നരസിംഹറാവു സർക്കാരില് ധനമന്ത്രിയായിരിക്കെ 1991 മുതൽ 95 വരെ കാലത്ത് 5 ബജറ്റുകളാണ് മൻമോഹൻ സിംഗ് അവതരിപ്പിച്ചത്. തുടർച്ചയായ ബജറ്റ് അവതരണത്തില് മാത്രമല്ല, ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗത്തിനുള്ള റെക്കോർഡും നിർമ്മല സീതാരാമന് സ്വന്തമാണ്. 2020-ലെ നിർമ്മലയുടെ ബജറ്റ് പ്രസംഗം നീണ്ടുനിന്നത് 2 മണിക്കൂർ 40 മിനിറ്റാണ്. അതേസമയം ഏറ്റവും കുറഞ്ഞ ബജറ്റ് പ്രസംഗം നടത്തിയത് 1977-ല് ഹിരുഭായി എം. പട്ടേൽ ആയിരുന്നു. വെറും 800 വാക്കുകൾ മാത്രമായിരുന്നു ആ പ്രസംഗത്തിലുണ്ടായിരുന്നത്. 1 ലക്ഷം രൂപ വരെയുള്ള ശരാശരി പ്രതിമാസ വരുമാനത്തിന് ആദായനികുതിയില്ല. ഇടത്തരം കുടുംബങ്ങളുടെ സമ്പാദ്യവും ഉപഭോഗവും വർദ്ധിപ്പിക്കുന്നതിന് പുതിയ നികുതി വ്യവസ്ഥയിൽ പ്രതിവർഷം 12.75 ലക്ഷം രൂപ വരെ ആദായനികുതി അടയ്ക്കേണ്ട ശമ്പള ക്ലാസ്. യൂണിയൻ ബജറ്റ് വികസനത്തിന്റെ 4 എഞ്ചിനുകളെ അംഗീകരിക്കുന്നു: കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി. 1.7 കോടി കർഷകർക്ക് പ്രയോജനം. കാർഷികോൽപാദനം കുറഞ്ഞ 100 ജില്ലകളെ ഉൾക്കൊള്ളാൻ പ്രൈം മിനിസ്റ്റർ ധനധന്യ കൃഷി യോജന. തുർ, ഉറാദ്, മസൂർ എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് പയറുവർഗ്ഗങ്ങളിലെ ആത്മനിർഭരതയ്ക്കുള്ള ദൗത്യം ആരംഭിക്കും. രൂപ വരെയുള്ള വായ്പകൾ. പരിഷ്കരിച്ച പലിശ സബ്വെൻഷൻ സ്കീമിന് കീഴിൽ KCC വഴി 5 ലക്ഷം. ഫ്രീ 25 കണക്കാക്കിയിരിക്കുന്നത് 4.8% ധനക്കമ്മിയിൽ അവസാനിക്കും. ഫ്രീ 26-ൽ ഇത് 4.4% കുറയ്ക്കുക എന്നതാണ്. 5 രൂപ CR മുതൽ 10 രൂപ CR വരെ MSME-കൾക്ക് ഗ്യാരണ്ടി കവറുള്ള ക്രെഡിറ്റ് ഗണ്യമായി മെച്ചപ്പെടുത്തൽ. ചെറുകിട, ഇടത്തരം, വൻകിട വ്യവസായങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ദേശീയ ഉൽപ്പാദന ദൗത്യം ഇന്ത്യയിൽ നിർമ്മിക്കുക. അടുത്ത 5 വർഷങ്ങളിൽ സർക്കാർ സ്കൂളുകളിൽ 50,000 അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ. വിദ്യാഭ്യാസത്തിനായുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ മികവിന്റെ കേന്ദ്രം. മൊത്തം 500 കോടി രൂപ. PM സ്വനിധി, ബാങ്കുകളിൽ നിന്നുള്ള മെച്ചപ്പെടുത്തിയ ലോണുകളും UPI ലിങ്ക് ചെയ്ത ക്രെഡിറ്റ് കാർഡുകളും 30,000 രൂപ പരിധിയിൽ. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിലുള്ള ഐഡന്റിറ്റി കാർഡുകൾ, ഈ ശ്രമം പോർട്ടലിൽ രജിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ എന്നിവ നേടുന്നതിന് ഗെപ് പ്രവർത്തകർ. വളർച്ച കേന്ദ്രങ്ങളായി നഗരങ്ങൾ കായി 1 ലക്ഷം രൂപ കോടി അർബൻ ചലഞ്ച് ഫണ്ട്. 20,000 കോടി രൂപ ചെലവിൽ ചെറിയ മോഡുലാർ റിയാക്ടറുകളുടെ ഗവേഷണ വികസനത്തിനുള്ള ന്യൂക്ലിയർ എനർജി മിഷൻ. 120 പുതിയ ഡെസ്റ്റിനേഷനുകളിലേക്കുള്ള പ്രാദേശിക കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിന് ഉഡാൻ പദ്ധതി പരിഷ്കരിച്ചു. മറ്റൊരു 1 ലക്ഷം സ്ട്രെസ്ഡ് ഹൌസിംഗ് യൂണിറ്റുകൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് 15,000 കോടി രൂപ സ്വാമി ഫണ്ട് സ്ഥാപിക്കും. സ്വകാര്യ മേഖലയിലെ ഗവേഷണ വികസനത്തിനും നവീകരണ സംരംഭങ്ങൾക്കുമായി 20,000 കോടി രൂപ അനുവദിച്ചു. 1 കോടിയിലധികം കൈയെഴുത്തുപ്രതികൾ കവർ ചെയ്യുന്നതിനായി കൈയെഴുത്തുപ്രതികളുടെ സർവേ ആൻഡ് സംരക്ഷണത്തിനായുള്ള ഗ്യാൻ ഭാരതം മിഷൻ. ഇൻഷുറൻസിനായി FDI പരിധി 74-ൽ നിന്ന് 100% ഉയർത്തി. വിവിധ നിയമങ്ങളിലെ 100-ലധികം വ്യവസ്ഥകൾ ഡിക്രിമിനലൈസ് ചെയ്യുന്നതിനായി ജൻ വിശ്വാസ് ബിൽ 2.0 അവതരിപ്പിക്കും. പുതുക്കിയ ആദായനികുതി റിട്ടേണുകളുടെ സമയപരിധി 2-ൽ നിന്ന് 4 വർഷമായി വർദ്ധിപ്പിച്ചു. TCS പേയ്മെന്റിലെ കാലതാമസം ഡിക്രിമിനലൈസ് ചെയ്തു. വാടകയുടെ TDS 2.4 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. കാൻസർ, അപൂർവവും വിട്ടുമാറാത്തതുമായ രോഗങ്ങളെ ചികിത്സിക്കുന്നതിനുള്ള 36 ജീവൻ രക്ഷിക്കുന്ന മരുന്നുകളും ബിസിഡി ഒഴിവാക്കി. IFPD-യിൽ BCD 20% വർദ്ധിച്ചു. ഓപ്പൺ സെല്ലുകളിൽ 5% കുറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒഴിവാക്കിയ ഓപ്പൺ സെല്ലുകളുടെ ഭാഗങ്ങളിൽ BCD. ബാറ്ററി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വാഹനങ്ങൾക്കും മൊബൈൽ ബാറ്ററി നിർമ്മാണത്തിനുമുള്ള അധിക മൂലധന സാധനങ്ങൾ ഒഴിവാക്കി. കപ്പൽ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളിലും ഘടകങ്ങളിലും 10 വർഷത്തേക്ക് BCD ഒഴിവാക്കിയിരിക്കുന്നു. ഫ്രോസൺ ഫിഷ് പേസ്റ്റിൽ 30% മുതൽ 5% വരെയും ഫിഷ് ഹൈഡ്രോലൈസിഡിൽ 15% മുതൽ 5% വരെയും BCD കുറച്ചു. കേന്ദ്ര ധനകാര്യ, കോർപ്പറേറ്റ് കാര്യ മന്ത്രി ശ്രീമതി
2025 മുതൽ 26 വരെയിലെ കേന്ദ്ര ബജറ്റ് നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചു. അവളുടെ ബജറ്റ് പ്രസംഗത്തിന്റെ സംഗ്രഹമിതാ. ഭാഗം എ. തെലുങ്ക് കവിയും നാടകകൃത്തുമായ ശ്രീ ഗുരജട അപ്പറാവുവിന്റെ പ്രസിദ്ധമായ വചനം ഉദ്ധരിച്ചുകൊണ്ട്, ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിന്റെ ജനങ്ങളാണ്, എല്ലാ പ്രദേശങ്ങളുടെയും സന്തുലിത വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന സബ്കാ വികാസ് എന്ന പ്രമേയവുമായി ധനമന്ത്രി 2025 മുതൽ 26 വരെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. ഈ വിഷയത്തിന് അനുസൃതമായി ധനമന്ത്രി ഇനിപ്പറയുന്നവ ഉൾക്കൊള്ളുന്ന വികസിത് ഭാരതിന്റെ വിശാലമായ തത്വങ്ങൾ വിശദീകരിച്ചു. 0 ദാരിദ്ര്യം. ബി 100% നല്ല നിലവാരമുള്ള സ്കൂൾ വിദ്യാഭ്യാസം. സി ഉയർന്ന നിലവാരമുള്ളതും താങ്ങാനാവുന്നതും സമഗ്രവുമായ ആരോഗ്യ സംരക്ഷണത്തിലേക്കുള്ള പ്രവേശനം. ഡി അർത്ഥവത്തായ തൊഴിലുള്ള 100% വിദഗ്ധ തൊഴിലാളികൾ. ഇ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ 70% സ്ത്രീകൾ. ഒപ്പം എഫ് കർഷകർ നമ്മുടെ രാജ്യത്തെ ലോകത്തിന്റെ ഭക്ഷ്യകൊട്ട ആക്കുന്നു. 2025 മുതൽ 2026 വരെയിലെ യൂണിയൻ ബജറ്റ് വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും സമഗ്ര വികസനം സുരക്ഷിതമാക്കുന്നതിനും സ്വകാര്യ മേഖലയിലെ നിക്ഷേപങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും ഗാർഹിക വികാരങ്ങൾ ഉയർത്തുന്നതിനും ഇന്ത്യയിലെ വളർന്നുവരുന്ന മധ്യവർഗത്തിന്റെ ചെലവ് ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങൾ തുടരുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ദരിദ്രർ, ഗരീബ്, യുവാക്കൾ, കർഷകർ, അന്നദാത, സ്ത്രീകൾ, നാരി എന്നിവരെ കേന്ദ്രീകരിച്ചുള്ള വികസന നടപടികൾ ബജറ്റ് നിർദ്ദേശിക്കുന്നു. ഇന്ത്യയുടെ വളർച്ചാ സാധ്യതയും ആഗോള മത്സരക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് നികുതി, ഊർജ്ജ മേഖല, നഗരവികസനം, ഖനനം, സാമ്പത്തിക മേഖല, റെഗുലേറ്ററി പരിഷ്കരണങ്ങൾ എന്നിവയിൽ പരിവർത്തനാത്മക പരിഷ്കാരങ്ങൾ ആരംഭിക്കാൻ ബജറ്റ് ലക്ഷ്യമിടുന്നു. ഉൾപ്പെടുത്തൽ മനോഭാവത്താൽ നയിക്കപ്പെടുന്ന പരിഷ്കാരങ്ങളെ ഇന്ധനമായി ഉപയോഗിച്ച് വികസിത് ഭാരതിലേക്കുള്ള യാത്രയിലെ എഞ്ചിനുകളാണ് കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി എന്നിവയെന്ന് കേന്ദ്ര ബജറ്റ് എടുത്തുകാണിക്കുന്നു. 1 എഞ്ചിൻ കൃഷി. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വിള വൈവിധ്യവൽക്കരണം സ്വീകരിക്കുന്നതിനും വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം വർദ്ധിപ്പിക്കുന്നതിനും ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ദീർഘകാല, ഹ്രസ്വകാല വായ്പ ലഭ്യത സുഗമമാക്കുന്നതിനുമായി 100 ജില്ലകൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തോടെ പ്രധാനമന്ത്രി ധന്യ കൃഷി യോജന ബജറ്റ് പ്രഖ്യാപിച്ചു. നൈപുണ്യത്തിലൂടെയും നിക്ഷേപത്തിലൂടെയും സാങ്കേതികവിദ്യയിലൂടെയും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിലൂടെയും കാർഷിക മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് സമഗ്രമായ ഒരു മൾട്ടി സെക്ടറൽ റൂറൽ പ്രോസ്പെരിറ്റി ആൻഡ് റെസിലിയൻസ് പ്രോഗ്രാം ആരംഭിക്കും. ഗ്രാമീണ സ്ത്രീകൾ, യുവകർഷകർ, ഗ്രാമീണ യുവാക്കൾ, നാമമാത്ര ചെറുകിട കർഷകർ, ഭൂരഹിത കുടുംബങ്ങൾ എന്നിവരെ കേന്ദ്രീകരിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ വിപുലമായ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. തൂർ, ഉറാദ്, മസൂർ എന്നിവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് പയറുവർഗ്ഗങ്ങളിലെ ആത്മനിർഭരത്തിനായുള്ള 6 വർഷത്തെ ദൌത്യം സർക്കാർ ആരംഭിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി പ്രഖ്യാപിച്ചു. കേന്ദ്ര ഏജൻസികൾ നാഫെഡ്, NCCF കർഷകരിൽ നിന്ന് അടുത്ത 4 വർഷത്തിനുള്ളിൽ വാഗ്ദാനം ചെയ്യുന്ന 3 പയർവർഗ്ഗങ്ങൾ സംഭരിക്കാൻ തയ്യാറായിരിക്കും. പച്ചക്കറികൾക്കും പഴങ്ങൾക്കും വേണ്ടിയുള്ള സമഗ്ര പരിപാടി, ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകൾക്കായുള്ള ദേശീയ മിഷൻ, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും പ്രധാനമായി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മറ്റ് നടപടികൾക്കൊപ്പം പരുത്തി ഉൽപ്പാദനത്തിനായുള്ള 5 വർഷത്തെ ദൌത്യവും ബജറ്റിൽ വിശദീകരിച്ചിട്ടുണ്ട്. ശ്രീമതി സീതാരാമൻ വായ്പാ പരിധി 2000 രൂപയിൽ നിന്ന് വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിച്ചു. 3 ലക്ഷം മുതൽ രൂപ. പരിഷ്കരിച്ച പലിശ സബ്വെൻഷൻ സ്കീമിന് കീഴിൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ വഴി എടുത്ത വായ്പകൾക്ക് 5 ലക്ഷം. 2 എഞ്ചിൻ MSMEകൾ. നമ്മുടെ കയറ്റുമതിയുടെ 45% വരുന്നതിനാൽ വികസനത്തിനുള്ള രണ്ടാമത്തെ പവർ എഞ്ചിനായിട്ടാണ് MSMEകളെ ധനമന്ത്രി വിശേഷിപ്പിച്ചത്. സ്കെയിൽ, സാങ്കേതിക നവീകരണം, മൂലധനത്തിലേക്കുള്ള മികച്ച പ്രവേശനം എന്നിവയുടെ ഉയർന്ന കാര്യക്ഷമത കൈവരിക്കാൻ MSMEകളെ സഹായിക്കുന്നതിന് എല്ലാ MSMEകളുടെയും വർഗീകരണത്തിനായുള്ള നിക്ഷേപ, വിറ്റുവരവ് പരിധികൾ യഥാക്രമം 2.5, 2 ഇരട്ടിയായി ഉയർത്തി. കൂടാതെ ഗ്യാരണ്ടി പരിരക്ഷയോടെ ക്രെഡിറ്റ് ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ലക്ഷം സ്ത്രീകൾ, പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആദ്യ സംരംഭകർക്കായി പുതിയ പദ്ധതി ആരംഭിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഇത് 10,000 രൂപ വരെയുള്ള ടൈം ലോണുകൾ നൽകും. അടുത്ത 5 വർഷത്തിനുള്ളിൽ 2 കോടി. ശ്രീമതി മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡിനെ പ്രതിനിധീകരിക്കുന്ന കളിപ്പാട്ടങ്ങളുടെ ആഗോള ഹബ്ബായി ഇന്ത്യയെ മാറ്റുന്നതിനുള്ള പദ്ധതിയും സർക്കാർ നടപ്പാക്കുമെന്ന് സീതാരാമൻ പ്രഖ്യാപിച്ചു. മേക്ക് ഇൻ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചെറുകിട, ഇടത്തരം, വൻകിട വ്യവസായങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ദേശീയ നിർമ്മാണ മിഷൻ സർക്കാർ രൂപീകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. 3 എഞ്ചിൻ നിക്ഷേപം. നിക്ഷേപത്തെ വളർച്ചയുടെ 3ാമത്തെ എഞ്ചിനായി നിർവചിച്ച കേന്ദ്രമന്ത്രി, ജനങ്ങൾ, സമ്പദ്വ്യവസ്ഥ, നൂതനാശയങ്ങൾ എന്നിവയിലെ നിക്ഷേപത്തിന് മുൻഗണന നൽകി. ജനങ്ങളുടെ നിക്ഷേപത്തിന് കീഴിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ സർക്കാർ സ്കൂളുകളിൽ 50,000 അഡൽ ടിങ്കറിംഗ് ലാബുകൾ സ്ഥാപിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു. ശ്രീമതി ഭാരതനെറ്റ് പദ്ധതിക്ക് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ എല്ലാ സർക്കാർ സെക്കൻഡറി സ്കൂളുകൾക്കും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്കും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുമെന്ന് നിർമ്മല സീതാരാമൻ അറിയിച്ചു.
സ്കൂളിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ഡിജിറ്റൽ രൂപത്തിലുള്ള ഇന്ത്യൻ ഭാഷാ പുസ്തകങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി നടപ്പാക്കുമെന്ന് അവർ പറഞ്ഞു. മേക്ക് ഫോർ ഇന്ത്യ, മേക്ക് ഫോർ ദ വേൾഡ് നിർമ്മാണത്തിന് ആവശ്യമായ വൈദഗ്ധ്യം കൊണ്ട് നമ്മുടെ യുവാക്കളെ സജ്ജരാക്കുന്നതിന് ആഗോള വൈദഗ്ധ്യവും പങ്കാളിത്തവും ഉപയോഗിച്ച് 5 ദേശീയ നൈപുണ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. വിദ്യാഭ്യാസത്തിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ മികവിന്റെ കേന്ദ്രം 500 കോടി രൂപ ചെലവിൽ സ്ഥാപിക്കും. ഗിഗ് തൊഴിലാളികളുടെ ഐഡന്റിറ്റി കാർഡുകൾ, ഇശ്രം പോർട്ടലിൽ അവരുടെ രജിസ്ട്രേഷൻ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ ആരോഗ്യ സംരക്ഷണം എന്നിവ സർക്കാർ ക്രമീകരിക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപിച്ചു. സമ്പദ്വ്യവസ്ഥയിലെ നിക്ഷേപത്തിന് കീഴിൽ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ PPP മോഡിൽ പദ്ധതികളുടെ 3 വർഷത്തെ പൈപ്പ്ലൈൻ കൊണ്ടുവരുമെന്ന് ശ്രീമതി സീതാരാമൻ പറഞ്ഞു. മൂലധനച്ചെലവിനും പരിഷ്കാരങ്ങൾക്കുള്ള പ്രോത്സാഹനത്തിനുമായി സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തെ പലിശരഹിത വായ്പകൾക്കായി 1.5 ലക്ഷം കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. പുതിയ പ്രോജക്ടുകളിൽ 10 ലക്ഷം കോടി രൂപയുടെ മൂലധനം തിരിച്ചുപിടിക്കാൻ 2025 മുതൽ 30 വരെയിലെ രണ്ടാമത്തെ അസറ്റ് മോണിറ്റൈസേഷൻ പ്ലാനും അവർ പ്രഖ്യാപിച്ചു. ജൻ ഭാഗിദാരി വഴി ഗ്രാമീണ പൈപ്പ് ജലവിതരണ പദ്ധതികളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും പ്രവർത്തനത്തിന്റെയും പരിപാലനത്തിന്റെയും ഗുണനിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജൽ ജീവൻ മിഷൻ 2028 വരെ നീട്ടി. നഗരങ്ങളെ വളർച്ചാ കേന്ദ്രങ്ങൾ, നഗരങ്ങളുടെ ക്രിയേറ്റീവ് പുനർവികസനം, ജലവും ശുചിത്വവും എന്നീ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സർക്കാർ 1 ലക്ഷം കോടി രൂപയുടെ അർബൻ ചലഞ്ച് ഫണ്ട് രൂപീകരിക്കും. ഇന്നൊവേഷനിലെ നിക്ഷേപത്തിന് കീഴിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗവേഷണം, വികസനം, ഇന്നൊവേഷൻ സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിനായി 20,000 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നഗര ആസൂത്രണത്തിന് ഗുണം ചെയ്യുന്ന അടിസ്ഥാന ജിയോസ്പേഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും ഡാറ്റയും വികസിപ്പിക്കുന്നതിന് ദേശീയ ജിയോസ്പേഷ്യൽ മിഷനെ ധനമന്ത്രി നിർദ്ദേശിച്ചു. അക്കാദമിക് സ്ഥാപനങ്ങൾ, മ്യൂസിയങ്ങൾ, ലൈബ്രറികൾ, സ്വകാര്യ കളക്ടർമാർ എന്നിവരോടൊപ്പം 1 കോടിയിലധികം കൈയെഴുത്തുപ്രതികളുടെ സർവേ, ഡോക്യുമെന്റേഷൻ, സംരക്ഷണം എന്നിവയ്ക്കായി ജ്ഞാനഭാരതം മിഷൻ ബജറ്റ് നിർദ്ദേശിക്കുന്നു. വിജ്ഞാനം പങ്കുവയ്ക്കുന്നതിനുള്ള ഇന്ത്യൻ വിജ്ഞാന സംവിധാനങ്ങളുടെ ദേശീയ ഡിജിറ്റൽ ശേഖരണവും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. 4 എഞ്ചിൻ കയറ്റുമതി. ശ്രീമതി കയറ്റുമതിയെ വളർച്ചയുടെ 4ാമത്തെ എഞ്ചിൻ എന്ന് സീതാരാമൻ നിർവചിക്കുകയും വാണിജ്യ, MSME, ധനകാര്യ മന്ത്രാലയങ്ങൾ സംയുക്തമായി നയിക്കുകയും ചെയ്തു. കയറ്റുമതി പ്രൊമോഷൻ മിഷൻ MSMEകളെ കയറ്റുമതി വിപണിയിലെത്തിക്കാൻ സഹായിക്കും. ട്രേഡ് ഡോക്യുമെന്റേഷനും ഫിനാൻസിംഗ് സൊല്യൂഷനുകൾക്കുമായി ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമായി അന്താരാഷ്ട്ര വ്യാപാരത്തിനായുള്ള ഒരു ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഭാരത് ട്രേഡ് നെറ്റ് BETN നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ആഗോള വിതരണ ശൃംഖലയുമായി നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ സംയോജിപ്പിക്കുന്നതിന് ആഭ്യന്തര ഉൽപ്പാദന ശേഷി വികസിപ്പിക്കുന്നതിന് പിന്തുണ നൽകുമെന്ന് ധനമന്ത്രി സൂചിപ്പിച്ചു. വ്യവസായം 4.0മായി ബന്ധപ്പെട്ട അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് ആഭ്യന്തര ഇലക്ട്രോണിക് ഉപകരണ വ്യവസായത്തെ സർക്കാർ പിന്തുണയ്ക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു. വളർന്നുവരുന്ന ടയർ 2 നഗരങ്ങളിൽ ആഗോള ശേഷി കേന്ദ്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു ദേശീയ ചട്ടക്കൂട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഉയർന്ന മൂല്യമുള്ള നശിക്കുന്ന ഹോർട്ടിക്കൾച്ചർ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള എയർ കാർഗോയ്ക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വെയർഹൌസിംഗും സർക്കാർ സുഗമമാക്കും. ഇന്ധനമെന്ന നിലയിൽ പരിഷ്കാരങ്ങളെ എഞ്ചിനുള്ള ഇന്ധനമായി നിർവചിക്കുന്നു. ശ്രീമതി മുഖമില്ലാത്ത വിലയിരുത്തൽ, നികുതിദായകരുടെ ചാർട്ടർ, അതിവേഗ റിട്ടേണുകൾ, 99% റിട്ടേണുകൾ സ്വയം വിലയിരുത്തൽ, വിവാദ സേ വിശ്വാസ പദ്ധതി തുടങ്ങി നികുതിദായകരുടെ സൗകര്യാർത്ഥം കഴിഞ്ഞ 10 വർഷമായി സർക്കാർ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതായി സീതാരാമൻ പറഞ്ഞു. ഈ ശ്രമങ്ങൾ തുടർന്നുകൊണ്ട് ആദ്യം വിശ്വസിക്കുക, പിന്നീട് സൂക്ഷ്മമായി പരിശോധിക്കുക എന്ന നികുതി വകുപ്പിന്റെ പ്രതിബദ്ധത അവർ വീണ്ടും ഉറപ്പിച്ചു. സാമ്പത്തിക മേഖലയിലെ പരിഷ്കാരങ്ങളും വികസനവും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നതിനായുള്ള ഗവൺമെന്റിന്റെ ഉറച്ച പ്രതിബദ്ധതയിൽ അനുസരണം ലഘൂകരിക്കാനും സേവനങ്ങൾ വിപുലീകരിക്കാനും ശക്തമായ നിയന്ത്രണ അന്തരീക്ഷം കെട്ടിപ്പടുക്കാനും അന്താരാഷ്ട്ര, ആഭ്യന്തര നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനും കേന്ദ്ര ധനമന്ത്രി ഇന്ത്യയിലെ സാമ്പത്തിക ഭൂപ്രകൃതിയുടെ നീളത്തിലും പരപ്പിലും മാറ്റങ്ങൾ നിർദ്ദേശിച്ചു. പ്രാചീന നിയമവ്യവസ്ഥകളുടെ ഡീക്രിമിനലൈസേഷൻ. ഇന്ത്യയിൽ മുഴുവൻ പ്രീമിയവും നിക്ഷേപിക്കുന്ന കമ്പനികൾക്ക് ലഭ്യമാകുന്നതിനായി ഇൻഷുറൻസിനായി നേരിട്ടുള്ള വിദേശ നിക്ഷേപ FDI പരിധി 74-ൽ നിന്ന് 100%-മായി ഉയർത്താൻ കേന്ദ്ര ധനമന്ത്രി നിർദ്ദേശിച്ചു. ശ്രീമതി ഉൽപ്പാദനക്ഷമതയും തൊഴിലും കെട്ടിഴിച്ചുവിടാൻ തത്വങ്ങളും വിശ്വാസവും അടിസ്ഥാനമാക്കിയുള്ള ലൈറ്റ് ടച്ച് നിയന്ത്രണ ചട്ടക്കൂട് സീതാരാമൻ നിർദ്ദേശിച്ചു. 21-ാം നൂറ്റാണ്ടിൽ ഈ ആധുനികവും വഴക്കമുള്ളതും ജനസൗഹൃദവും വിശ്വാസാധിഷ്ഠിതവുമായ നിയന്ത്രണ ചട്ടക്കൂട് വികസിപ്പിക്കുന്നതിന് അവർ 4 നിർദ്ദിഷ്ട നടപടികൾ നിർദ്ദേശിച്ചു. അതായത് 1. റെഗുലേറ്ററി പരിഷ്കാരങ്ങൾക്കായുള്ള ഉന്നതതല സമിതി. സാമ്പത്തികേതര മേഖലയുടെ എല്ലാ നിയന്ത്രണങ്ങളും സർട്ടിഫിക്കേഷനുകളും ലൈസൻസുകളും അനുമതികളും അവലോകനം ചെയ്യാൻ. വിശ്വാസാധിഷ്ഠിത സാമ്പത്തിക ഭരണം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം നടത്താനുള്ള എളുപ്പം വർദ്ധിപ്പിക്കുന്നതിന് പരിവർത്തന നടപടികൾ കൈക്കൊള്ളുന്നതിനും പ്രത്യേകിച്ച് പരിശോധനകളുടെയും അനുസരണത്തിന്റെയും കാര്യങ്ങളിൽ 1 വർഷത്തിനുള്ളിൽ ശുപാർശകൾ നൽകണം. സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കും.
2. സംസ്ഥാനങ്ങളുടെ നിക്ഷേപ സൗഹൃദ സൂചിക. മത്സരാധിഷ്ഠിത സഹകരണ ഫെഡറലിസത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനായി 2025-ൽ സംസ്ഥാനങ്ങളുടെ ഒരു നിക്ഷേപ സൗഹൃദ സൂചിക ആരംഭിക്കും. 3. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ FSDC കീഴിലുള്ള മെക്കാനിസം. നിലവിലെ സാമ്പത്തിക നിയന്ത്രണങ്ങളുടെയും അനുബന്ധ നിർദ്ദേശങ്ങളുടെയും സ്വാധീനം വിലയിരുത്തുന്നതിനുള്ള സംവിധാനം. അവരുടെ പ്രതികരണശേഷി വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക മേഖലയുടെ വികസനത്തിനും ഒരു ചട്ടക്കൂട് രൂപപ്പെടുത്തുക. 4. ജൻവിശ്വാസ ബിൽ 2.0. വിവിധ നിയമങ്ങളിലെ 100-ലധികം വ്യവസ്ഥകൾ കുറ്റവിമുക്തമാക്കാൻ. സാമ്പത്തിക ഏകീകരണം. ധനപരമായ ഏകീകരണത്തിനുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി, കേന്ദ്ര സർക്കാരിന്റെ കടം ജിഡിപിയുടെ ശതമാനമായും വിശദമായ റോഡ്മാപ്പും കുറയുന്ന പാതയിൽ തുടരുന്ന തരത്തിൽ ഓരോ വർഷവും ധനക്കമ്മി നിലനിർത്താൻ സർക്കാർ ശ്രമിക്കുന്നതായി പ്രസ്താവിച്ചു. അടുത്ത 6 വർഷം FRBM പ്രസ്താവനയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ശ്രീമതി ധനക്കമ്മിയുടെ 2024 മുതൽ 25 വരെയിലെ പുതുക്കിയ എസ്റ്റിമേറ്റ് ജിഡിപിയുടെ 4.8%, 2025 മുതൽ 26 വരെയിലെ ബജറ്റ് എസ്റ്റിമേറ്റ് ജിഡിപിയുടെ 4.4% സീതാരാമൻ പറഞ്ഞു. 2024 മുതൽ 25 വരെ പുതുക്കിയ എസ്റ്റിമേറ്റ്. കടമെടുപ്പ് ഒഴികെയുള്ള മൊത്തം വരുമാനത്തിന്റെ പുതുക്കിയ എസ്റ്റിമേറ്റ് 31.47 ലക്ഷം കോടി രൂപയാണെന്നും ഇതിൽ അറ്റനികുതി വരുമാനം 25.57 ലക്ഷം കോടി രൂപയാണെന്നും മന്ത്രി പറഞ്ഞു. മൊത്തം ചെലവിന്റെ പുതുക്കിയ എസ്റ്റിമേറ്റ് 47.16 ലക്ഷം കോടി രൂപയാണെന്നും ഇതിൽ മൂലധന ചെലവ് ഏകദേശം 10.18 ലക്ഷം കോടിയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. 2025 മുതൽ 26 വരെ ബജറ്റ് എസ്റ്റിമേറ്റ്. 2025 മുതൽ 26 വരെ സാമ്പത്തിക വർഷത്തിൽ കടമെടുപ്പ് ഒഴികെയുള്ള ആകെ വരവുകളും മൊത്തം ചെലവും യഥാക്രമം 34.96 ലക്ഷം രൂപ കോടിയും 50.65 ലക്ഷം രൂപ കോടിയുമായി കണക്കാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി പ്രസ്താവിച്ചു. മൊത്തം നികുതി വരുമാനം 28.37 ലക്ഷം കോടി രൂപയാണ്. കണക്കാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി പ്രസ്താവിച്ചു. മൊത്തം നികുതി വരുമാനം 28.37 ലക്ഷം കോടി രൂപയാണ്. ഭാഗം ബി. രാഷ്ട്രനിർമ്മാണത്തിൽ മധ്യവർഗത്തിലുള്ള വിശ്വാസം പുനഃസ്ഥാപിച്ചുകൊണ്ട് 2025 മുതൽ 26 വരെയിലെ കേന്ദ്ര ബജറ്റ് പുതിയ പ്രത്യക്ഷ നികുതി സ്ലാബുകളും പുതിയ ആദായനികുതി വ്യവസ്ഥയ്ക്ക് കീഴിൽ നിരക്കുകളും നിർദ്ദേശിക്കുന്നു. അതിനാൽ പ്രതിവർഷം 12 ലക്ഷം രൂപ വരെയുള്ള മൊത്തം വരുമാനത്തിന് ആദായനികുതി നൽകേണ്ടതില്ല, അതായത് ശരാശരി ക്യാപിറ്റൽ ഗെയിൻ പോലുള്ള പ്രത്യേക നിരക്ക് വരുമാനം കൂടാതെ പ്രതിമാസം 1 ലക്ഷം രൂപ വരുമാനം. പ്രതിവർഷം 12.75 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ശമ്പളമുള്ള വ്യക്തികൾ 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിലൂടെ നീൽ നികുതി അടയ്ക്കും. പുതിയ നികുതി ഘടനയിലും മറ്റ് പ്രത്യക്ഷ നികുതി നിർദ്ദേശങ്ങളിലും സർക്കാരിന് ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ വരുമാനം നഷ്ടപ്പെടും. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മാർഗനിർദ്ദേശപ്രകാരം ജനങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ മനസ്സിലാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. നേരിട്ടുള്ള നികുതി നിർദ്ദേശങ്ങളിൽ മധ്യവർഗത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള വ്യക്തിഗത ആദായനികുതി പരിഷ്കരണം, TDS യുക്തിസഹമാക്കൽ, സ്വമേധയാ പാലിക്കുന്ന പ്രോത്സാഹനം, അനുസരണഭാരം കുറയ്ക്കൽ, ബിസിനസ് ചെയ്യാനുള്ള എളുപ്പം, തൊഴിലും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കൽ എന്നിവ ഉൾപ്പെടുന്നു. പുതിയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിലുള്ള പുതുക്കിയ നികുതി നിരക്ക് ഘടന ഇനിപ്പറയുന്ന രീതിയിൽ ബജറ്റ് നിർദ്ദേശിക്കുന്നു. പ്രതിവർഷം ആകെ വരുമാനം 24 രൂപ ലക്ഷത്തിന് മുകളിൽ 30%. യുക്തിസഹമാക്കാൻ മുതിർന്ന പൗരന്മാർ സമ്പാദിക്കുന്ന പലിശയിൽ നിന്നുള്ള നികുതി കിഴിവിനുള്ള പരിധി നിലവിലെ 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയായി ബജറ്റ് ഇരട്ടിയാക്കുന്നു. കൂടാതെ വാടകയുടെ TDS പരിധി പ്രതിവർഷം 2.4 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപയായി ഉയർത്തി. TCS ശേഖരിക്കുന്നതിനുള്ള പരിധി 10 ലക്ഷം രൂപയായി ഉയർത്തുക, പാൻ ഇതര കേസുകളിൽ മാത്രം ഉയർന്ന TDS കിഴിവുകൾ തുടരുക എന്നിവയാണ് മറ്റ് നടപടികളിൽ ഉൾപ്പെടുന്നത്. TDS അടയ്ക്കുന്നതിലെ കാലതാമസം ഡീക്രിമിനലൈസ് ചെയ്തതിനുശേഷം TCS പേയ്മെന്റുകളിലെ കാലതാമസം ഇപ്പോൾ ക്രിമിനലായി. സ്വമേധയാ പാലിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കൊണ്ട് ഏത് അസസ്മെന്റ് വർഷത്തെയും പുതുക്കിയ റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി നിലവിലെ പരിധിയായ 2 വർഷത്തിൽ നിന്ന് 4 വർഷമായി ബജറ്റ് നീട്ടുന്നു. 90 ലക്ഷത്തിലധികം നികുതിദായകർ അവരുടെ വരുമാനം പുതുക്കുന്നതിന് അധിക നികുതി അടച്ചു. ചെറിയ ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ രജിസ്ട്രേഷൻ കാലയളവ് 5 നിന്ന് 10 വർഷമായി വർദ്ധിപ്പിച്ച് ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് പാലിക്കൽ ഭാരം കുറച്ചു. കൂടാതെ നികുതിദായകർക്ക് ഇപ്പോൾ യാതൊരു നിബന്ധനകളുമില്ലാതെ സ്വയം കൈവശപ്പെടുത്തിയ 2 വസ്തുവകകളുടെ വാർഷിക മൂല്യം നീലായി ക്ലെയിം ചെയ്യാം. കഴിഞ്ഞ ബജറ്റിലെ വിവാദ് സേ വിശ്വാസ സ്കീമിന് മികച്ച പ്രതികരണം ലഭിച്ചു. ഏകദേശം 33,000 നികുതിദായകർ അവരുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ പദ്ധതി പ്രയോജനപ്പെടുത്തി. മുതിർന്ന പൗരന്മാർക്കും വളരെ മുതിർന്ന പൗരന്മാർക്കും ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് 2024 ഓഗസ്റ്റ് 29 അതിനുശേഷമോ നാഷണൽ സേവിങ്സ് സ്കീം അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. NPS വാത്സല്യ അക്കൗണ്ടുകൾക്കും സമാനമായ ആനുകൂല്യങ്ങൾ ലഭിക്കും.
ബിസിനസ് ചെയ്യാനുള്ള എളുപ്പത്തിനായി 3 വർഷത്തെ ബ്ലോക്ക് കാലയളവിലേക്കുള്ള അന്താരാഷ്ട്ര ഇടപാടിന്റെ കൈയുടെ നീളം നിർണ്ണയിക്കുന്നതിനുള്ള ഒരു സ്കീം ബജറ്റ് അവതരിപ്പിക്കുന്നു. ഇത് ആഗോളതലത്തിലെ മികച്ച സമ്പ്രദായങ്ങൾക്ക് അനുസൃതമാണ്. കൂടാതെ അന്താരാഷ്ട്ര നികുതിയിൽ ഉറപ്പ് നൽകുന്നതിനായി സെൽഫ് ഹാർബർ നിയമങ്ങൾ വിപുലീകരിക്കുന്നു. തൊഴിലും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു ഇലക്ട്രോണിക്സ് നിർമ്മാണ സൗകര്യം സ്ഥാപിക്കുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു റെസിഡന്റ് കമ്പനിക്ക് സേവനങ്ങൾ നൽകുന്ന പ്രവാസികൾക്കായി ഒരു അനുമാന നികുതി വ്യവസ്ഥ വിഭാവനം ചെയ്യുന്നു. കൂടാതെ നിലവിലുള്ള ടൺ ടാക്സ് സ്കീമിന്റെ പ്രയോജനങ്ങൾ ഉൾനാടൻ കപ്പലുകൾക്കും വ്യാപിപ്പിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം പ്രോത്സാഹിപ്പിക്കുന്നതിന് സംയോജന കാലയളവ് 5 വർഷത്തേക്ക് നീട്ടി. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സോവറിൻ വെൽത്ത് ഫണ്ടുകളിലും പെൻഷൻ ഫണ്ടുകളിലും നിക്ഷേപം നടത്തുന്നതിനുള്ള തീയതി 5 വർഷം കൂടി 2030 മാർച്ച് 31 വരെ ബജറ്റ് നീട്ടുന്നു. വ്യാവസായിക വസ്തുക്കളുടെ കസ്റ്റംസ് താരിഫ് യുക്തിസഹമാക്കുന്നതിന്റെ ഭാഗമായി ബജറ്റ് നിർദ്ദേശിക്കുന്നു. 7 താരിഫുകൾ നീക്കം ചെയ്യുക. ഫലപ്രദമായ ഡ്യൂട്ടി സംഭവങ്ങൾ നിലനിർത്തുന്നതിന് ഉചിതമായ സെസ് ബാധകമാക്കുക. കൂടാതെ 1 കൂടുതൽ സെസ് അല്ലെങ്കിൽ സർചാർജ് ഈടാക്കരുത്. കാൻസർ, അപൂർവ രോഗങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവയ്ക്കുള്ള 36 ജീവൻ രക്ഷാ മരുന്നുകളും ഇറക്കുമതി ചെയ്യുന്നതിന്റെ ആശ്വാസമെന്ന നിലയിൽ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് BCD പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ 37 മരുന്നുകളും 13 പുതിയ മരുന്നുകളും പേഷ്യന്റ് അസിസ്റ്റൻസ് പ്രോഗ്രാമുകൾക്ക് കീഴിലുള്ള മരുന്നുകളും രോഗികൾക്ക് സൗജന്യമായി വിതരണം ചെയ്താൽ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് BCD ഒഴിവാക്കിയിട്ടുണ്ട്. ആഭ്യന്തര ഉൽപ്പാദനത്തെയും മൂല്യവർദ്ധനയെയും പിന്തുണയ്ക്കുന്നതിനായി ആഭ്യന്തരമായി ലഭ്യമല്ലാത്ത 25 നിർണായക ധാതുക്കളുടെ ബിസിഡിയെ 2024 ജൂലൈയിൽ ഒഴിവാക്കി. 2025 മുതൽ 26 വരെയിലെ ബജറ്റ് കോബാൾട്ട് പൊടിയും മാലിന്യങ്ങളും, ലിഥിയം അയൺ ബാറ്ററിയുടെ സ്ക്രാപ്പ്, ലെഡ്, സിങ്ക് 12 എന്നിവയെ പൂർണ്ണമായും ഒഴിവാക്കുന്നു. കൂടുതൽ നിർണായകമായ ധാതുക്കൾ. ഗാർഹിക ടെക്സ്റ്റൈൽ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പൂർണ്ണമായും ഒഴിവാക്കിയ ടെക്സ്റ്റൈൽ മെഷീനറികളിലേക്ക് 2 തരം ഷട്ടിൽലെസ് ലൂമുകൾ കൂടി ചേർത്തു. കൂടാതെ 10% മുതൽ 20% വരെയുള്ള 9 താരിഫ് ലൈനുകൾ ഉൾക്കൊള്ളുന്ന നെയ്ത തുണിത്തരങ്ങളുടെ BCD 20% അല്ലെങ്കിൽ 115 രൂപ കിലോ ഏതാണ് ഉയർന്നത് എന്ന് പരിഷ്കരിച്ചു. വിപരീത ഡ്യൂട്ടി ഘടന ശരിയാക്കാനും മെക്ക് ഇൻ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കാനും ഇന്ററാക്ടീവ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേയിൽ IFPD BCD 20%മായും ഓപ്പൺ സെല്ലുകളിൽ 5%മായും കുറച്ചു. ഓപ്പൺ സെല്ലുകളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഓപ്പൺ സെല്ലുകളുടെ ഭാഗങ്ങളിൽ BCD ഒഴിവാക്കിയിട്ടുണ്ട്. രാജ്യത്ത് ലിഥിയോൺ അയൺ ബാറ്ററിയുടെ നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിന് EV ബാറ്ററി നിർമ്മാണത്തിനായുള്ള 35 അധിക മൂലധന ചരക്കുകളും മൊബൈൽ ഫോൺ ബാറ്ററി നിർമ്മാണത്തിനായുള്ള 28 അധിക മൂലധന സാമഗ്രികളും ഒഴിവാക്കപ്പെട്ട മൂലധന വസ്തുക്കളുടെ പട്ടികയിൽ ചേർത്തു. 2025 മുതൽ 26 വരെയിലെ യൂണിയൻ ബജറ്റ് അസംസ്കൃത വസ്തുക്കൾ, ഘടകങ്ങൾ, ഉപഭോഗവസ്തുക്കൾ അല്ലെങ്കിൽ കപ്പൽ നിർമ്മാണത്തിനുള്ള ഭാഗങ്ങൾ എന്നിവയിൽ BCDയുടെ ഇളവ് 10 വർഷത്തേക്ക് തുടരുന്നു. നോൺ കാരിയർ ഗ്രേഡ് എയർനെറ്റ് സ്വിച്ചുകൾക്ക് തുല്യമാക്കുന്നതിന് കാരിയർ ഗ്രേഡ് എയർനെറ്റ് സ്വിച്ചുകളിൽ BCD 20%-ൽ നിന്ന് 10%-ആയി ബജറ്റ് കുറച്ചു. കയറ്റുമതി പ്രോത്സാഹനത്തിനായി ബജറ്റ് 2025 മുതൽ 26 വരെ കരകൗശല വസ്തുക്കളുടെ കയറ്റുമതി സുഗമമാക്കുന്നു. മൂല്യവർദ്ധനയ്ക്കും തൊഴിലിനുമായി വെറ്റ് ബ്ലൂ ലെതറിലെ BCDയെ പൂർണ്ണമായും ഒഴിവാക്കുന്നു. ഫ്രോസൺ ഫിഷ് പേസ്റ്റിൽ BCD 30%-ൽ നിന്ന് 5%-ആയും ഫിഷ് ഹൈഡ്രോളൈസിഡിൽ BCD 15%-ൽ നിന്ന് 5%-ആയും കുറക്കുന്നു. മത്സ്യം, ചെമ്മീൻ തീറ്റ എന്നിവയുടെ നിർമ്മാണത്തിനായി കേന്ദ്ര ധനകാര്യ കോർപ്പറേറ്റ് കാര്യമന്ത്രി ശ്രീമതി ജനാധിപത്യം, ജനസംഖ്യാശാസ്ത്രം, ഡിമാൻഡ് എന്നിവയാണ് വികസിത് ഭാരത് യാത്രയുടെ പ്രധാന സ്തംഭങ്ങളെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. മധ്യവർഗമാണ് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കരുത്ത് നൽകുന്നതെന്നും അവരുടെ സംഭാവനകളെ മാനിച്ച് ഗവൺമെന്റ് ഇടയ്ക്കിടെ നിൽ ടാക്സ് സ്ലാബ് ഉയർത്തിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. നിർദ്ദിഷ്ട പുതിയ നികുതി ഘടന ഇടത്തരക്കാരുടെ കൈകളിൽ കൂടുതൽ പണം നിക്ഷേപിക്കുന്നതിലൂടെ ഉപഭോഗം, സമ്പാദ്യം, നിക്ഷേപം എന്നിവ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് അവർ പറഞ്ഞു.